സംസ്ഥാന സർക്കാരിൻ്റെ ഒരേ ഒരു മദ്യനിർമ്മാണശാലയാണ് തിരുവല്ല പുളിക്കീഴിൽ സ്ഥിതി ചെയ്യുന്ന ദ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മദ്യനിർമ്മാണശാലയ്ക്ക് മുന്നിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ജനപ്രിയ ബ്രാൻഡായിട്ടുള്ള ജവാൻ റമ്മിൻ്റെ ഉൽപ്പാദനവും വിതരണവും നടക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. എൻ്റെ പേര് പ്രദീപ്. ഞാൻ ഈ ബോട്ടിലിങ്ങിൻ്റെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ. ഇത് നമ്മളിപ്പോൾ ഈ എൻട്രൻസ് കയറുന്നത് നമ്മുടെ ബ്ലെൻഡിങ് സെക്ഷനിലാണ്. നമുക്ക് ബ്ലെൻഡിങ്ങിനായിട്ട് ഇവിടെ 8 ടാങ്കുകളാണുള്ളത്. ഇതിൻ്റെ കപ്പാസിറ്റികൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പല കപ്പാസിറ്റികളിലാണ്. അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റിനനുസരിച്ച് ഇതിൽ ബ്ലെൻഡിട്ട് പിന്നെ ടെസ്റ്റിന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് അയക്കും. അതിൻ്റെ കെമിക്കൽ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ടാങ്കുകളിൽ നിന്ന് ഫൈനൽ പ്രൊഡക്റ്റായിട്ടുള്ള IMFL പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എക്സൈസിൻ്റെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ ഈ ബ്ലെൻഡിങ് ഇടുന്നതും അതിൻ്റെ ഇത് ചെയ്യുന്നതും. ഈ ഇരിക്കുന്ന 8 ടാങ്കുകളാണ് നമുക്കിപ്പം അവൈലബിലിറ്റി ഉള്ളത് ഇവിടെ. അതിൻ്റെ കപ്പാസിറ്റി എല്ലാത്തിലും നമ്മൾ ഈ റെഡ് മാർക്കിൽ എഴുതിയേക്കുന്നത് ഇത് ടാങ്കിൻ്റെ മാക്സിമം കപ്പാസിറ്റിയാണ് എഴുതിയിട്ടേക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് നമ്മൾ ഓരോ ടാങ്കിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് പാക്കിംഗ് ചെയ്യും, അത് ഓരോ ബാച്ചായിട്ട്. ഈ കപ്പാസിറ്റി ഇത് നമ്മൾ ഇത് അളന്നേക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ എഴുതിയേക്കുന്നത് 71,041 ലിറ്റർ. അത് ലിറ്ററായിട്ടാണ് കണക്ക് ചെയ്യുന്നത്. ഓരോ ടാങ്കിനും ഓരോ കപ്പാസിറ്റിയാണ്, അതിന് വേരിയേഷൻസ് വരും. അപ്പോൾ അത് ബ്ലെൻഡ് ഇടാനും ഇത് അളന്ന് നമ്മൾ ഇവിടുന്ന് ഇത് വന്നിട്ട് അവരെ കൊണ്ട് കാലിബ്രേഷൻ ചെയ്യിച്ചിട്ടാണ് കെമിക്കൽസ് ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത്. റോ മെറ്റീരിയൽ, അതായത് എണ്ണയും പിന്നെ വെള്ളവും കാരമലും എസൻസും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്ന മിക്സിംഗ് യൂണിറ്റാണ്, അത് ബ്ലെൻഡിങ് എന്ന് പറയും. ആ ബ്ലെൻഡിങ് യൂണിറ്റിൽ ഇത് നമ്മൾ ബ്ലെൻഡ് ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ബ്ലെൻഡ് ഇട്ടിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ നമ്മൾ സാമ്പിൾ എടുത്തിട്ട് തിരുവനന്തപുരത്തെ കെമിക്കൽ ലാബിലേക്ക് നമ്മളിത് ടെസ്റ്റിന് അയക്കും. ഇത് അവിടുന്ന് റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ അവിടെ ഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്ന് പറഞ്ഞ് അവർ തരും, നോഷ്യസ് ഈസ് ഡിറ്റക്റ്റഡ്. അപ്പോൾ ആ റിസൾട്ടിൻ്റെ പേരിലാണ് നമ്മൾക്ക് ഇവിടെ ഫൈനൽ റിസൾട്ട് വന്ന് അതിൻ്റെ കോപ്പി വന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ജവാൻ്റെ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് ഇത് തീർന്നു കഴിയുമ്പോൾ ഇതിനകത്ത് പിന്നെയും ബ്ലെൻഡ് ഇടും, അത് പിന്നെയും ടെസ്റ്റിന് പോകും. അപ്പോൾ ഓരോ ടാങ്കിൽ ഒരു ടിൻ്റെ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്, അത്രയുമാണ് നമ്മൾ അതിനകത്ത് പാക്കിംഗ് മെറ്റീരിയൽ പിടിക്കുന്നത്. ഹൈഡ്രോമീറ്റർ നമ്മൾ ഡിപ്പ് ചെയ്യും. ഈ റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ചാർട്ടുണ്ട്. ചാർട്ട് വെച്ചിട്ട് ഇതിൽ എത്ര പെർസെൻറ്റേജ് ആൽക്കഹോൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 42.86 നമ്മുടെ കോൺസെൻട്രേഷൻ ജവാൻ്റെ. 42.86% ബൈ വോളിയം ആൽക്കഹോൾ ഉണ്ടായിരിക്കും അതിനകത്ത്. നമ്മൾ തിരുവനന്തപുരത്ത് ഓഫീസിൽ അപ്രൂവിന് അയക്കും. അവർക്ക് വേറൊരു മെത്തേഡാണ്, ഒരു ഗ്രാവിമെട്രിക് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആ മെത്തേഡിൽ അവർ ഇത് കറക്റ്റ് ആണോ എന്ന് അവർ ചെക്ക് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. അതിനുശേഷം മാത്രമേ നമ്മളിത് ബോട്ടിലിങ്ങിലേക്ക് അയക്കുകയുള്ളൂ. അവർ പിന്നെ ഇതിൽ ഏതെങ്കിലും കണ്ടാമിനൻസ് ഉണ്ടോ എന്ന് കൂടെ അവർ പരിശോധിക്കും. അതും കൂടെ കഴിഞ്ഞാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഇത് ഹ്യൂമൻ കൺസംഷന് ഓക്കെ ആണോ എന്ന് അനുയോജ്യമാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലിങ്ങിന് അയക്കുകയുള്ളൂ. ഇത് നമ്മുടെ ഫിൽട്ടർ സ്റ്റേഷനാണ്. ഇത് ബ്ലെൻഡ് ഇട്ട ഇതിന് ശേഷം ഇത് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് പിടിക്കുന്ന സമയത്ത് ഈ ഫിൽട്ടറിൽ കൂടെയാണ് ഇത് ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ പിടിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഫിൽട്ടറിനകത്ത് ഫിൽട്ടറിങ് ആയിട്ട് പ്യൂർ ഇതാണ് കയറി നമ്മൾ പോകുന്നത്. അത് ടോപ്പിൽ അഴിച്ചിട്ടാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിന് അങ്ങോട്ട് കയറി പോകുന്നത്. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. ഇവിടെയാണ് നമ്മുടെ TSLൻ്റെ ജവാൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. നമ്മൾ ബ്ലെൻഡിങ്ങിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളിവിടെ വരുന്ന ഇത് ഫില്ലിംഗ് സ്റ്റേഷനാണ്. ഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്ന് 4 പേര് കൂടി ഇതെടുത്ത് കുപ്പി ഇട്ടിട്ട് അതിൽ നിന്ന് ഫില്ല് ചെയ്യുന്നു. 1000 ml ബോട്ടിലാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത സെറ്റപ്പായിട്ട് അവിടെ അതിൻ്റെ മണ്ടയിൽ ക്യാപ്പ് ഇടുന്നത് ഇതാണ്. ഇതെല്ലാം കുടുംബശ്രീ 6 കുടുംബശ്രീ യൂണിറ്റുകളായിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ 6 പേരുടെ. അത് കഴിഞ്ഞ് അത് അടുത്ത സെക്ഷനായിട്ട് അവർ ക്യാപ്സീൽ ചെയ്യും. ക്യാപ്സീൽ ചെയ്തിട്ട് എഗെയിൻ അപ്പുറത്ത് പോകുമ്പോൾ ലൈറ്റിൻ്റെ മേളിലിരിക്കുന്ന ഒരാൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കരടോ ഇതോ അല്ലെങ്കിൽ ബോട്ടിലിനകത്ത് കുറവോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് പറക്കി മാറ്റാൻ വേണം ലൈറ്റിൻ്റെ മുന്നിൽ എടുത്ത് വയ്ക്കുന്നത്. അതിനുശേഷം പോകുന്നത് അത് നമ്മുടെ ലേബൽ അവത്തിൽ ഒട്ടിക്കുന്നു ജവാൻ്റെ. ആ ലേബൽ ഒട്ടിച്ചതിന് ശേഷം അവർ അത് കേസ് പാക്കിങ്ങിനകത്തോട്ട് പാക്ക് ചെയ്ത് വെക്കുന്നു. അടുത്ത സെക്ഷൻ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബാർകോഡ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ബാർകോഡിനകത്ത് ഇത് പറക്കി വെച്ച് അത് ബാർകോഡ് ആയിട്ട് നമ്മളെ സ്കാനിങ് ചെയ്തിട്ടാണ് നമ്മുടെ കേസ് പാക്ക് വെളിയിൽ പോകുന്നത്.
അപ്പോൾ അന്ന് നമുക്ക് ഡെയിലിയുള്ള റിപ്പോർട്ടുകൾ എത്ര പ്രൊഡക്ഷൻ നടന്നു, എത്ര കേസാണ്, അത് ബാർകോഡിൽ നിന്ന് നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. വെളിയിൽ പോയാലും ഇവിടെ നടന്ന പ്രൊഡക്റ്റ് ആണോ എന്നുള്ള ഇത് കണ്ടുപിടിക്കാനും, എത്ര എണ്ണം വെളിയിൽ പോയി, എത്ര എണ്ണം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തു, എത്ര എണ്ണം ഡെസ്പാച്ച് ചെയ്തെന്ന് അറിയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇനി പ്രൊഡക്ഷൻ ലൈൻ നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ രീതി. ഇതിപ്പം നമുക്ക് നേരത്തെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു 1000 ml-ൻ്റെയും 750 ml-ൻ്റെയും പ്രൊഡക്ഷൻ നടക്കുന്നതായിരുന്നു. ഇപ്പം കുപ്പിയുടെ അഭാവം മൂലം 750 ml-ൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കുപ്പിയുടെ ടെൻഡർ ആയിട്ടുണ്ട്. അത് കുപ്പി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ 750-ൻ്റെയും നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 1000 ml-ൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തായിരിക്കും. എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ജവാൻ്റെ ലിറ്റർ ബോട്ടിൽ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ജവാൻ XXX റം എന്ന് എഴുതിയിട്ടുണ്ട്. മദ്യപന്മാർക്ക് ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപ്രിയ ബ്രാൻഡ് കൂടിയാണ് ജവാൻ റം. ബ്ലെൻഡഡ് ആൻഡ് ബോട്ടിൽഡ് ബൈ ദ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്, തിരുവല്ല, കേരള സ്റ്റേറ്റ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നുള്ളതാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കൂ, സുരക്ഷിതരായിരിക്കൂ എന്നതടക്കമുള്ള മുന്നറിയിപ്പ് കൂടി ഇതിൽ നൽകുകയും ചെയ്യുകയാണ്. മറ്റൊന്ന് ബാച്ച് നമ്പറുണ്ട്, കൃത്യമായി മാനുഫാക്ചറിംഗ് നമ്പറുണ്ട്, BR നമ്പറുണ്ട്, ഇൻഗ്രീഡിയൻസ് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റമർ കെയർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് ലിറ്റർ ബോട്ടിലാണ്. ഇത് ഒന്നിന് 650 രൂപയാണ് ഈടാക്കുകയും ചെയ്യുന്നത്. അതാണ് നമ്മൾ അത് ബോക്സ് മേളിൽ നിന്ന് പാക്ക് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് മേളിൽ കുടുംബശ്രീ വർക്കേഴ്സിൻ്റെ ഈ 2 പേരെ നമ്മൾ മേളിൽ ഇരുത്തിയിട്ടുണ്ട്. അവർ പാക്കറ്റ് പാക്ക് ചെയ്ത് ആ ബോക്സിനകത്തൂടെ താഴോട്ട് വരും. ഇത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ബാർകോഡ് എന്ന് പറഞ്ഞ ഒരു സാധനം ഒട്ടിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. ആ ബാർകോഡ് അതിനകത്ത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ഇതായതുകൊണ്ട് എത്ര പ്രൊഡക്ഷൻ നടക്കുന്നു, ഏത് ബ്രാൻഡ്, അതിൻ്റെ നമ്പറുകൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എവിടെയാണെന്നില്ല. അതുകൊണ്ട് നമുക്ക് വൈകിട്ട് കണക്കെടുക്കുന്നതിനും നമ്മൾ ഇത് വെക്കുന്നതിനും ഒരു കൗണ്ടിങ് ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഇത് കൗണ്ട് ചെയ്യാതെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് എത്ര ഇത് പിടിച്ചെന്നുള്ളതിനെ കാണാൻ. അതിനകത്ത് ഒരു പാക്കറ്റിനകത്ത് 9 എണ്ണം ഇല്ലെങ്കിൽ അത് സ്കാൻ ആകത്തില്ല. ഞാൻ 1.5 വർഷമായി കയറിയിട്ട്. ഞാൻ ഈ ബെൽറ്റിൻ്റെ ADS ആണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതാദ്യമേ ഇല്ല, അത് കുഴപ്പമില്ല. ജോലി ചെയ്യണ്ടേ, അന്നേരം പിന്നെ അത് സഹിക്കാതെ പറ്റത്തില്ല. നമുക്കിപ്പം പിന്നെ ഫില്ലിങ് മുതൽ സ്കാനിങ് വരെ ഉണ്ടല്ലോ, അട്ടി കൊണ്ടുവെക്കുന്ന ജോലിയുണ്ട്. അതിൻ്റെ എല്ലാം നോക്കി അതെവിടെയാണ് പാകപ്പിഴകൾ അവിടെ നോക്കി നിന്ന് അതെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുകയാണ് എൻ്റെ ജോലി. ഇത് നമ്മൾ ജവാൻ 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ ഒട്ടിക്കുന്ന ലേബലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രിൻറ്റ് ചെയ്യാൻ ബാലൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ബാച്ച് നമ്പർ, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് ലൈസൻസ് നമ്പർ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഇവിടെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഈ പ്രിൻറ്റിങ് മെഷീനിൽ ഇത് നമ്മൾ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഏത് ബാച്ചാണ് ഇന്നത്തെ ദിവസം പിടിക്കുന്നത്, ഇന്നത്തെ പിടിച്ച ഡേറ്റ് ഏതാണ്, അതിൻ്റെ ലൈസൻസ് നമ്പറാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ദിവസവും ഇതിനകത്ത് കൂട്ടി ചെയ്യുന്നത്. ഫൈനൽ പ്രൊഡക്റ്റ് ഇവിടെ സ്കാനായിട്ട് നമ്മൾ ഓരോ കേസുകൾ ഓരോ ബെൽറ്റുകാർ പിടിക്കുന്നത് നമ്മൾ ഈ ഗോഡൗണിലേക്കാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പിടിക്കുന്ന ഇതുകൾ നമ്മൾ ഓരോ ബാച്ച് വൈസ് സെപ്പറേറ്റ് ആയിട്ട് വെച്ച്, ഇപ്പം ഒരു ബാച്ചിൽ നിന്ന് നമ്മൾ പിടിക്കുന്ന ഇപ്പം 7000 6500 എത്രയാണ് ആ കേസ് പിടിക്കുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കും. അങ്ങനെ ഇത് ഡെസ്പാച്ച് ആകുന്ന സമയത്തും ഇപ്പോൾ ഈ ബാർകോഡ് സ്റ്റാർട്ട് ആയതുകൊണ്ട് ഡെസ്പാച്ച് പോയിന്റിൽ നിന്ന് നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് ഈ സാധനങ്ങൾ ഔട്ട്ലെറ്റിലെ വെയർ ഹൗസുകളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതിൻ്റെ അവർ പെർമിറ്റ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എക്സൈസ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഇതിൻ്റെ പെർമിറ്റ് എടുക്കുക, ഏതൊക്കെ വെയർ ഹൗസുകളിലേക്ക് ഈ സാധനങ്ങൾ വേണം എന്ന് കൊടുക്കണമെന്നുള്ളത്. ആ പെർമിറ്റിൻ്റെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളിത് സ്കാൻ ചെയ്ത് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ പിടിച്ച ഈ ബാർകോഡ് ഇതിന് കാണിക്കുന്ന സ്കാനിങ് ഔട്ട്ലെറ്റ് ഇതിൽ പോകുന്നതും ലോഡ് ചെയ്യുന്നതും അതേ സ്കാനർ ചെയ്തിട്ടാണ് പ്രൊഡക്ഷനും ഡെസ്പാച്ചും നമുക്കിത് കാണിക്കുന്നത്. അത് ടാലി ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് അവിടെ വരെ ഇരിക്കുന്ന ഇതാണ് നമ്മൾ പഴയ ബാച്ചുകൾ ഏതാണ് പിടിക്കുന്നത് അതാണ് ആദ്യം ഡെസ്പാച്ച് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡെസ്പാച്ച് പോയിന്റ്. ഇത് കൺവെയർ ത്രൂ ആണ് ലോഡിങ് ചെയ്യുന്നത്. അപ്പോൾ ലോഡിങ് തൊഴിലാളികളുടെയും കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഡെസ്പാച്ച് പോയിന്റിൽ ഈ കൺവെയർ സിസ്റ്റം വെച്ചേക്കുന്നത്. അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് 20 ഒരു വണ്ടിയിൽ 20 കേസ് വെച്ച് സ്കാൻ ചെയ്തിട്ട് അത് അവിടെ തള്ളിക്കൊണ്ട് വന്നിട്ട് ഈ കൺവെയറിൽ വെച്ചാണ് വണ്ടികളിൽ ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ കൺവെയർ മൂവ് ആവുന്നത് അത് മേളിൽ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന തൊഴിലാളികൾ അതെടുത്ത് വണ്ടിയിൽ അട്ടിയിട്ടാണ് ഈ 720 കേസിൻ്റെയാണ് ഒരു ലോഡ് വെളിയിൽ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഡെസ്പാച്ചും ഇതുമായിട്ട്. മിനിമം നമ്മൾ അപ്രോക്സിമേറ്റ് 15-16 ലോഡ് മിനിമം ഇവിടുന്ന് ഒരു ദിവസം കയറി പോകുന്നുണ്ട്. നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നതും 10,000-ഓളം, അതായത് എങ്ങാണ്ട് ഒരു 15 ലോഡിൻ്റെ സാധനം ഒരു ദിവസം മിനിമം പിടിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലെ എല്ലാ വെയർ ഹൗസുകളിലേക്കും ജവാൻ നമ്മൾ ഇത് വെളിയിലോട്ടുള്ള ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല. ഇതിൻ്റെ അവൈലബിലിറ്റി ഇല്ല.
കിട്ടാത്തതുകൊണ്ട് അവർ ദുഃഖിതരാണ്. പലരും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ജവാൻ ഞങ്ങൾക്ക് അവിടെ കിട്ടാൻ പറ്റുന്നില്ലല്ലോ, നാട്ടിൽ വരുമ്പോഴേ കിട്ടുന്നുള്ളതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് മിനിസ്റ്റർ ലെവലിലൊക്കെ സംസാരിച്ച് അവർ ഇതാകുവാണെങ്കിൽ ഇത് വെളിയിലോട്ട് കയറ്റി വിടാനുള്ള എക്സ്പോർട്ട് ചെയ്യാനുള്ള ഇതുകൂടെ ആയാൽ വളരെ നല്ല കാര്യമാണ്. ജവാൻ ആക്ച്വലി ഇതൊരു ജവാൻ എന്ന് പറഞ്ഞാൽ മിലിറ്ററിയുടെ ഒരു ഇത് വെച്ചാണ് ജവാൻ എന്നുള്ള ഒരു പേര് വന്നത്. അവരുടെ ഫോട്ടോ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കാവൽക്കാരാണ് ജവാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു മുൻഗണന ഇത് കൊടുത്തേക്കുന്നതിൻ്റെ പേരിലാണ് ജവാൻ തന്നെ. അപ്പോൾ നമ്മൾ അവരെ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ജവാന്മാർക്ക് ഇത് പട്ടാളത്തിൽ എല്ലാവർക്കും ഇഷ്യൂ ചെയ്യാറുള്ള ഒരു സാധനമാണ്. ഈ നമ്മുടെ പ്രത്യേകിച്ച് ഈ ജമ്മു ശ്രീനഗർ ഏരിയയിൽ ഈ ക്ലൈമറ്റേഷൻസിൻ്റെ ഇത് അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ലിക്കർ ഇഷ്യൂ ചെയ്യുന്നുള്ളതുകൊണ്ട് ജവാൻ ആകുമെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ മറ്റ് ദോഷകരമായിട്ടുള്ള ഇതൊന്നും ഇല്ല. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷനിൽ ഉപയോഗിച്ചാൽ വളരെ നല്ല ഒരു ഇതാണ്. അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ജനപ്രിയ ബ്രാൻഡായിട്ട് ഇത് പറയുന്നത് തന്നെ. 1937 ബ്രിട്ടീഷുകാരനായ പ്യാരി ആൻഡ് കമ്പനിയാണ് ഇത് സ്ഥാപിച്ചത്. അന്ന് ഈ പ്രദേശത്ത് കരിമ്പ് വ്യാപകമായി കൃഷി ഉണ്ടായിരുന്നുകൊണ്ട് കരിമ്പ് തന്നെയായിരുന്നു അതിൻ്റെ റാ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാര ഉൽപ്പാദനത്തിന് വേണ്ടി സ്ഥാപിച്ച ഒരു കമ്പനി ആയതുകൊണ്ടും 1937 മുതൽ 74 വരെ പഞ്ചസാര തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ജവാൻ പട്ടാള ക്യാൻറ്റീന് വേണ്ടി ലിക്കർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. 96 മദ്യനിരോധനം, ബഹുമാനപ്പെട്ട ആൻ്റണി സർക്കാരിൻ്റെ മദ്യനിരോധനം വന്നതിനെ തുടർന്ന് ചാരായ നിരോധനം ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് കമ്പനി ഒരു ക്ലോഷറിലേക്ക് പോവുകയും കമ്പനി അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തുകയും കമ്പനി പിന്നീട് BFR പ്രഖ്യാപിച്ച് പീഡിത വ്യവസായമായി പ്രഖ്യാപിക്കപ്പെടുക, സിക്ക് ഇൻഡസ്ട്രിയായി പ്രഖ്യാപിക്കുകയും കമ്പനി പാർഷ്യലി ക്ലോസ്ഡ് ഡൗൺ ആവുകയും ചെയ്തു. പിന്നീട് സർക്കാരിൻ്റെ ഇടപെടലിലൂടെ നമ്മുടെ കേരളത്തിൽ വിൽക്കപ്പെടുന്ന ജവാൻ നിർമ്മാണത്തിലേക്ക് കടന്നതിന് ശേഷമാണ് കമ്പനി ചെറിയ രീതിയിൽ ലാഭത്തിലേക്ക് പോവുകയും അങ്ങനെ ഇപ്പോൾ ചെറിയ രീതിയിൽ ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സാധാരണക്കാരന് അഫോർഡബിൾ പ്രൈസിൽ മദ്യം ലഭിക്കുന്ന തരത്തിൽ ജവാൻ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുകയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എങ്കിലും ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൽ ജോലി ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ കമ്പനിയുടെ പ്രവർത്തനവും മദ്യത്തിൻ്റെ വിതരണവും. ക്യാമറമാൻ PV രഞ്ജിത്തിനൊപ്പം തിരുവല്ല പുളിക്കീഴുള്ള ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് ലിമിറ്റഡിൽ നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.